സ്ഥാനാർത്ഥിക്ക് പോകുമ്പോൾ മത്സരിക്കുന്നത് SDPI അല്ല, തൻ്റെ പേരിനോട് സാമ്യമുള്ള അപരസ്ഥാനാർത്ഥിയാണെന്ന് AKM അഷ്റഫ്. മഞ്ചേശ്വരത്തെ SDPIക്കാർ BJPയെ സഹായിക്കാൻ കൂട്ടുനിൽക്കില്ല. UDF മഞ്ചേശ്വരത്ത് ഒരു ആശങ്കയുമില്ലെന്നും AKM അഷ്റഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വാക്കുകളിലേക്ക്. മഞ്ചേശ്വരം പോലെയുള്ള BJPക്കെതിരെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലത്ത് SDPIക്കാർ ഒരു കാൻഡിഡേറ്റ് നിർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ ലീഡേഴ്സ് മുഴുവനും BJPയാണ് കൊണ്ടുപോയി ജയിലിലിട്ടിട്ടുള്ളത്. ആ സൈനുൽ ആബിദിൻ എന്ന് പറയുന്ന അവരുടെ പ്രവർത്തകനെ കാസർകോട്ട് സംഘപരിവാർ കാണാൻ വെട്ടിക്കൊന്നത്. അവർക്ക് അങ്ങനെ BJPയെ സഹായിക്കുന്ന നിലപാടെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുമില്ല. അവർ മത്സരിക്കുമെന്നും വിശ്വസിക്കുന്നില്ല. അപരന്മാരുണ്ട്, മുഹമ്മദ് അഷ്റഫ്. അപരന്മാർ ഇവിടെയുള്ള മത്സരം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, LDF, UDF, BJP. അപരൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അപരന്മാർക്ക് എത്ര വോട്ട് കിട്ടുമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പഴയ കാലമല്ല, ഒരു പക്ഷേ BJPയാണ് അപരന്മാരുടെ പിന്നിലെന്ന് ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ ആരോപിക്കുന്നു. പല അപരന്മാരും മുഹമ്മദ് അഷ്റഫ്മാരെയും കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നോ പറഞ്ഞിട്ടുണ്ട്. നിലവിലെ അപരന്മാർ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോഴും BJP അവർക്ക് പണം കൊടുത്ത് അപരം നടത്തിയിട്ടുണ്ട്. അപരന്മാർക്കൊന്നും വലിയ വോട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് ആയിരിക്കില്ല 4-ാം തീയതി റിസൾട്ട്. എന്താണ് കാസർഗോഡ് നിന്ന് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സാരംഗ് സുരേഷ് തത്സമയം ചേരുന്നുണ്ട്. സാരംഗ്, മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ 5 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി, നല്ല ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമായി ഉറ്റുനോക്കിയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഒക്കെ പ്രതികരണമാണ് കേട്ടത്. സൂക്ഷ്മപരിശോധന ദിവസത്തെ ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെയും ഒക്കെ പ്രചരണത്തിൻ്റെ ചിത്രം എന്താണ്? എവിടെയെങ്കിലും ഈ 5 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങളുണ്ടോ? അതെല്ലാം എല്ലാം ഓക്കെയാണോ? കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ആശയക്കുഴപ്പങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. നിലവിൽ 47 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്നത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള മണ്ഡലം എന്നത് മഞ്ചേശ്വരം മണ്ഡലം തന്നെയാണ്. അവിടെ തന്നെയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നതും. അതിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള AKM അഷ്റഫിനാണ് ഏറ്റവും കൂടുതൽ വിമതശല്യവുമുള്ളത്. അദ്ദേഹത്തിനെതിരെ 2 വിമത സ്ഥാനാർത്ഥികൾ അപര സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ SDPയുടെ സ്ഥാനാർത്ഥിക്കും സമാനമായിട്ടുള്ള പേര് തന്നെയാണ്. അഷ്റഫ് ബഡാജി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരിൽ തന്നെ KM അഷ്റഫ് എന്നുള്ള പേരിൽ തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുൻപാണ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. അദ്ദേഹം എന്തായാലും യാതൊരു തരത്തിലും പത്രിക പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. അതേസമയം തന്നെ AKM അഷ്റഫ് പറയുന്നത് SDPI ഒരു കാരണവശാലും BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കില്ല എന്നതാണ്. ഉദുമയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉദുമയിൽ CH കുഞ്ഞുമ്പുവിനും അതോടൊപ്പം തന്നെ K നീലകണ്ഠനും അപര സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ K നീലകണ്ഠൻ്റെ 1ാമത്തെ സെറ്റ് പത്രിക തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2ാമത്തെ സെറ്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഭരണാധികാരി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡും കാഞ്ഞങ്ങാടും ഒന്നും യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഒന്നും തന്നെയില്ല. തൃക്കരിപ്പൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്ദീപ് വാര്യരെ സംബന്ധിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം തന്നെ ഒരു തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അദ്ദേഹം 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ സമർപ്പിക്കേണ്ട സമയത്ത് 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ അത് ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ ആ ഒരു പ്രശ്നം അവർക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലയിൽ എന്തായാലും യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുമില്ല. ഇനി അപരന്മാർ ഏതെങ്കിലും തരത്തിൽ വോട്ട് പിടിക്കുമോ, ഇനി ഏതെങ്കിലും അപരന്മാർ എന്തായാലും ഇപ്പോൾ നേരത്തെ മഞ്ചേശ്വരത്ത് AKM അഷ്റഫ് ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണം ഏറെ വലുതാണ്. കാരണം BJPയാണ് ഈ രീതിയിൽ UDFനും LDFനുമെതിരെ വ്യാപകമായി അപര സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നത് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് സ്ഥാനാർത്ഥികളുടെ. കാസർഗോഡ് ജില്ലയിലെ ഈ ദിവസത്തെ പ്രചരണത്തിന്റെയും സൂക്ഷ്മപരിശോധനയുടെയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സാരംഗി.